അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മദീനയിലെ അൽ അമൗദി മ്യൂസിയത്തിലാണ് കേട്ടോ. മസ്ജിദുൻ നബവിയിൽ നിന്ന് ഉഹുദ് ശുഹദാക്കളുടെ അടുക്കലേക്ക് നടക്കുമ്പോഴുള്ള ആ വാക്വേയുടെ നേരെ ഓപ്പോസിറ്റായാണ് ഈ അൽ അമൗദി മ്യൂസിയം ഉള്ളത്. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ ഈ മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച മാത്രം ഉച്ചക്ക് 1 മണി മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും ഈ മ്യൂസിയം ഉണ്ടാവുക. പഴയ കാലത്തെ മൺകെട്ടിടങ്ങളോട് അനുസ്മരിപ്പിക്കും വിധമാണ് ഈ ഒരു മോഡേൺ കെട്ടിടം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കഅബയുടെ സ്വർണ്ണപ്പാത്തിയുടെ മോഡലും അതുപോലെ തന്നെ കഅബയുടെ ചാവിയും കില്ലകളും മറ്റുമെല്ലാം ഇവിടെയുണ്ട്. നമ്മൾ പലപ്പോഴായി കേട്ടതാണ് പണ്ട് കാലം മുതലേ അറബികൾ നല്ല വേട്ടക്കാരാണെന്ന്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന തോക്കുകളും അമ്പും വില്ലും ഉൾപ്പെടെ വലിയൊരു ശേഖരം തന്നെ ഈ മ്യൂസിയത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. മക്കയുടെയും മദീനയുടെയും പഴയകാല ഫോട്ടോകൾ, സൗദിയിലെ പഴയ കാലത്തുള്ള സൂപ്പർ മാർക്കറ്റുകൾ, ബാർബർ ഷോപ്പുകൾ, അവരുടെ പഴയ കാലത്തെ ലൈഫ് സ്റ്റൈലുകൾ, അറബികളുടെ കൾച്ചർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ വന്നാൽ ലഭിക്കും കേട്ടോ. ഈ മ്യൂസിയത്തിലെ പല വസ്തുക്കളും കാണുമ്പോൾ പല സമയത്തും നമുക്ക് നമ്മുടെ നാട് തന്നെ ഓർമ്മ വരും. കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്തായാലും കുറച്ച് പ്രവാസികളെങ്കിലും ഉണ്ടായിരിക്കും. അവർ ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന പല വസ്തുക്കളും നമുക്ക് ഈ മ്യൂസിയത്തിൽ ഇന്നും കാണാൻ കഴിയും. ഈ ഒരു മ്യൂസിയത്തിലേക്ക് കയറാൻ 3 റിയാലാണ് എൻട്രൻസ് ഫീ എങ്കിലും അത് അവർ കർശനമാക്കി ഈടാക്കുന്നൊന്നുമില്ല. വളരെ സൗഹാർദ്ദപരമായ സ്റ്റാഫ് അംഗങ്ങളാണ് കേട്ടോ ഈ മ്യൂസിയത്തിലുള്ളത്. അവർ നമ്മളെ ഈ സൗദി ചരിത്രം പറഞ്ഞു തരാനും മാത്രമല്ല ഫോട്ടോ എടുക്കാനും എല്ലാം നമ്മെ പിന്തുടർന്ന് സഹായിക്കുന്നുണ്ട്. ചുട്ടുപൊഴുത്ത മണൽഭൂമി മാത്രമായിരുന്ന ഈ സൗദി അറേബ്യ വളരെ വിപ്ലവാത്മകരമായി മാറിയെങ്കിലും പഴയ കാലത്തെ ഒരു സൗദി അറേബ്യ കാണണമെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിയം ഒന്ന് സന്ദർശിക്കൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. സൗദി അറേബ്യയിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന പഴയ നാണയങ്ങൾ, റിയാലിന്റെ പഴയ രൂപങ്ങൾ, അറബികൾ പണ്ട് സൽക്കാരത്തിനും മറ്റും ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള പാത്രങ്ങൾ, ധാന്യങ്ങൾ പൊടിക്കുവാനും മെതിക്കുവാനും ഉപയോഗിച്ചിരുന്ന ഉലക്ക പോലത്തെ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഉഹുദ് സിയാറയ്ക്ക് ശേഷം നിങ്ങൾ തിരിച്ചു മദീനയിലേക്ക് തന്നെ വരുമ്പോൾ കയറാൻ പറ്റിയൊരു സ്പോട്ടാണ് മറക്കണ്ട അൽ അമൗദി മ്യൂസിയം.